ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം ഞാൻ ജിൻഡോയിലേക്ക് പോകും. ന്യൂനപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ, അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിൽ പ്രത്യേകിച്ച് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷന് നേരെ തങ്ങൾക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ഈ മത തീവ്രവാദ സംഘടനകളുമായി കൂട്ടുണ്ട് എന്ന കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ, എന്താണ് ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പാർട്ടി അംഗങ്ങൾ പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസമുണ്ടാവുകയും DCC ജനറൽ സെക്രട്ടറി മുതൽ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി വരെ പോകുമ്പോൾ കോൺഗ്രസിന് പ്രയാസമില്ലാതിരിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ്. എന്തുകൊണ്ടാണ് അവരാകെ പറഞ്ഞത്? അങ്ങയുടെ ചോദ്യത്തിന്റെ നേർക്കുള്ള മറുപടി തന്നെയാണ് അവരാകെ പറഞ്ഞത്. അവർ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സുപ്രധാന ഘട്ടമെത്തുമ്പോൾ കോൺഗ്രസ് വർഗീയതയ്ക്ക് കീഴടങ്ങുന്നു, കോൺഗ്രസ് വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയ്ക്ക് മാത്രമല്ല. എന്തുകൊണ്ടാണ് ലീഗിന്റെ നേതാവിന് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വരമുള്ളതായിട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ്? അങ്ങ് കാണുന്നില്ലേ? SDPIയുടെ പിന്തുണ SDPI പ്രഖ്യാപിച്ചുകൊണ്ട് ഇറക്കിയ അവരുടെ പത്രക്കുറിപ്പ്, ഞങ്ങളുടെ അല്ലല്ലോ, അവരുടെ പത്രക്കുറിപ്പിൽ SDPI പറയുന്നത് എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞങ്ങളുടെ വോട്ടും പിന്തുണയും വേണ്ട എന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ SDPI എന്ന ഞങ്ങളുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്നവർ പറയുന്നു. ഞാൻ ലളിതമായിട്ട് ഇത്രേ ചോദിക്കുന്നുള്ളൂ. ഒരു മത തീവ്രവാദിയുടെയും വോട്ട് വേണ്ട. അത് SDPI ആവട്ടെ, RSS ആവട്ടെ, ഒരു തീവ്രവാദിയുടെയും വോട്ട് വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം, അങ്ങനെ പറയാനുള്ള നട്ടല്, അങ്ങനെ പറയാനുള്ള കരളുറപ്പ് എന്തുകൊണ്ട് കോൺഗ്രസിനും ലീഗിനും ഇല്ല? അത് ഏത് മതനിരപേക്ഷവാദിയുടെയും ചോദ്യമല്ലേ? എന്റെയും അങ്ങയുടെയും കൺസേൺ അല്ലേ? എന്റെ മതവിശ്വാസത്തിന്റെ പേരിൽ എന്റെ അരികിലിരിക്കുന്ന ആൾ കൊല്ലപ്പെടാൻ പാടില്ല എന്നാണ് ഞാനും അങ്ങയും ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ? നൊന്തു തല്ലി ഒരു തീവ്രവാദിയുടെയും വോട്ട് വേണ്ടെന്നും തീവ്രവാദത്തിന്റെ കേരളത്തിലെ ഇന്ത്യയിലെ അനുഭവമായ പോപ്പുലർ ഫ്രണ്ടിന്റെയും RSSന്റെയും വോട്ടേ വേണ്ട എന്ന് പറയാനുള്ള തന്റെ ഇടം എന്തുകൊണ്ട് കോൺഗ്രസിനില്ല? അത് ലളിതമായ ചോദ്യമല്ലേ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് ചോദിക്കുമ്പോഴോ, SDPIയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ISനെ കുറിച്ച് പറയും, RSSനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം ലീഗിനെ കുറിച്ച് പറയും. ഇതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ശരി ജിൻഡോ, ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി. ഒന്ന് ഈ വർഗീയ കൂട്ടുകെട്ട് വേണ്ട എന്ന ഒരു ഉറച്ച ശബ്ദത്തിലുള്ള ഒരു നിലപാടെടുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല? നേരത്തെ തന്നെ ഉന്നയിച്ച ആരോപണമാണ്. രണ്ട്, രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമല്ല, പാലക്കാടിന്റെ വികസന പ്രശ്നങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെങ്കിൽ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ദുരവസ്ഥ, ടൗൺ ഹാൾ നിർമ്മാണം പൂർത്തിയാകാതെ കിടക്കുന്നത്, പിന്നെ മോയൻ സ്കൂളിൽ എന്നോ കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് ഡിജിറ്റലൈസേഷൻ ഇപ്പോഴും എവിടെയും എത്താതെ കിടക്കുന്നത് എന്ന് തുടങ്ങി പാലക്കാട്ടുകാർ ദൈനംദിന ജീവിതത്തിൽ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ വികസന മുരടിപ്പിന് അവിടെ കഴിഞ്ഞ 3 ടേമായി ആ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിച്ച UDFന്റെ ഷാഫി പറമ്പിൽ കൂടി ഉത്തരവാദിയല്ലേ? UDFുകാർ അതിന് മറുപടി പറയണ്ടേ എന്ന ചോദ്യത്തിനുമുള്ള താങ്കളുടെ പ്രതികരണം. തീർച്ചയായിട്ടും ഗോപി, ഞാൻ ഈ രണ്ട് വിഷയത്തിന് മാത്രം മറുപടി പറയുള്ളൂ. കാരണം ഞാനും കുറിച്ചു വെച്ചത് ആ പോയിന്റ് തന്നെയാണ്. ഇവിടെ ജയിക്ക് പറഞ്ഞ എന്താ, തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പരസ്യമായിട്ട് പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് SDPIയുടെയും RSSന്റെയും CPMന്റെയും, CPM എന്ന് പറയാൻ കാരണം ജയിക്ക് പറഞ്ഞത് കൂടെ ഇരിക്കുന്ന ആളുകളെ കൊന്നു കളയുന്നതാണ് തീവ്രവാദ സംഘടനകളുടെ സ്വഭാവമെങ്കിൽ അത്തരത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സംഘടിതമായിട്ട് ആസൂത്രിതമായിട്ട് കൊന്നു കളഞ്ഞ പ്രസ്ഥാനത്തിന്റെ പേര് CPM എന്നാ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ CPM ആണ് കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടന. അതുപോലെ തന്നെ RSSന്റെയും SDPIയുടെയും PDPയുടെയും ആരുടെയും വോട്ട് സംഘടനാപരമായി ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ CPMലുള്ള ഏതെങ്കിലും ഒരു സഖാവിന് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തോന്നിയാൽ ആ വോട്ട് നേടുന്നതിന് ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ, ഞങ്ങളുടെ മുദ്രാവാക്യത്തിൽ ആകൃഷ്ടരായിട്ട് CPMകാർ വോട്ട് ചെയ്താൽ ഞങ്ങൾ തടയുന്നത് എന്തിനാ? ഏതെങ്കിലും RSSകാരന് BJPയോടുള്ള എതിർപ്പ് മൂലം കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ തോന്നിയാൽ ഞങ്ങൾ എന്തിനാ വ്യക്തിപരമായിട്ടുള്ള വോട്ട് തടയുന്നത്? അതുപോലെ തന്നെ SDPIയുടെയും അതുപോലെ തന്നെ PDPയുടെയും നിങ്ങളുടെ ജയരാജന്റെ ആത്മകഥയ്ക്കകത്ത് PDP എന്ന് പറഞ്ഞ പാർട്ടി വർഗീയ സ്വഭാവമുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ലേ? ആ PDP പരസ്യമായിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ ബൈ ഇലക്ഷനിലും നിങ്ങൾക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPയുടെ പരസ്യ പിന്തുണ നിങ്ങൾക്കായിരുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 30 വർഷക്കാലം നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾക്ക് പിന്തുണ തരാതിരിക്കുമ്പോൾ ഇവരൊക്കെ വർഗീയവാദികൾ, മതരാഷ്ട്രവാദികൾ, തീവ്രവാദികളൊക്കെ ആകും. ഞാൻ പറയുന്നത് RSSന്റെയും വേണ്ട, CPMന്റെയും വേണ്ട, SDPയുടെയും വേണ്ട, PDPയുടെയും വേണ്ട, ഒരു വർഗീയ സംഘടനകളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട.
പക്ഷേ ഇത്തരം സംഘടനകളിൽ ആകർഷകരായി കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് പ്രവർത്തിച്ച ആളുകൾക്ക് വ്യക്തിപരമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് ചെയ്യാൻ തോന്നിയാൽ ആ വോട്ട് വേണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അവർ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ ആകർഷകരായിട്ട് ഈ സർക്കാരുകൾക്കെതിരെ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ, ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെയുള്ള ജനവിധിയുടെ ഭാഗമായിട്ട് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനത് തടയണം? അത് നിങ്ങൾക്കെതിരായിട്ടുള്ള ചൂണ്ടുപലകയായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യമല്ലേ? ഇനി കൊന്നതാണ് ഒരു തീവ്രവാദ സംഘടനയുടെ സ്വഭാവമെങ്കിൽ നവീൻ ബാബുവിനെ കൊന്നതിന്റെ പേരിൽ ജയിലിൽ കിടന്ന പി ദിവ്യ വലിയ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് പറഞ്ഞ ഒരാൾ ജയിക്കാണ്. ജയിക്കിനെ പോലുള്ള യുവജന സംഘടന നേതാക്കന്മാർ പരസ്യമായിട്ട് പി ദിവ്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഈ നിമിഷം വരെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ പോയി പിന്തുണ പറയുന്നു. പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാര്യ ജയിലിൽ പോയി പി ദിവ്യയെ സ്വീകരിച്ചാനയിക്കുന്നു. നിങ്ങളുടെ പാർട്ടിക്ക് ഇരട്ട നിലപാടല്ലേ? ഇരട്ട ചങ്കം ഭരിക്കുന്ന കേരളത്തിൽ ഈ പാർട്ടിക്ക് ഇരട്ട നിലപാടാ. രണ്ട് ഒപ്പുണ്ടെന്ന് പറയുന്ന, രണ്ടിൽ കൂടുതൽ മറ്റു പലതുമുണ്ടെന്ന് പറയുന്ന നേതാക്കന്മാരുള്ള പാർട്ടിയാണ് മറ്റാളുകളുടെ രാഷ്ട്രീയ ക്രെഡിബിലിറ്റി നോക്കാൻ പോകുന്നത്. ഞങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള, ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ഷുക്കൂറിനെയും ഷുഹൈബിനെയും അതുപോലെ കൃപേഷിനെയും ശരത് ലാലിനെയും ടി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നിങ്ങളുടെ മുൻ സഹയാത്രികനെ ഉൾപ്പെടെ കൊന്നുകളഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ പാർട്ടി CPM ആണ്. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ഇനി നിങ്ങൾ പറഞ്ഞ കേരളത്തിലെ വികസന കാഴ്ചപ്പാടിനെ കുറിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നിങ്ങൾ കേരളത്തിലെ സ്കൂളുകൾ ഉയർത്തി. അത്രേ പാമ്പ് കടിയേറ്റ് കുട്ടികൾ മരിക്കുന്ന സ്കൂളാണ് അത്ര അന്താരാഷ്ട്ര സ്കൂള്. പട്ടിണി കിടക്കുന്ന സ്കൂളാണ് അത്ര അന്താരാഷ്ട്ര സ്കൂള്. ആ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വയ്ക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാനില്ലാത്ത സ്കൂളാണ് അത്ര അന്താരാഷ്ട്ര സ്കൂള്. നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടൽ സമാനമായ സ്കൂളാണെന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ പറഞ്ഞേ? 5 സ്റ്റാർ ഹോട്ടലിൽ ആരെങ്കിലും പാമ്പ് കടിച്ച് മരിക്കാറുണ്ടോ ജയിക്ക്? 5 സ്റ്റാർ ഹോട്ടലിൽ അരി വയ്ക്കുന്നവർക്ക്, പാചകം ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കേണ്ട ജയിക്ക്? 5 സ്റ്റാർ ഹോട്ടലിലെ സൂപ്പർവൈസർമാര് അയലക്കത്തെ പറമ്പിൽ കപ്പക പറിച്ചിട്ടാണോ കറി ഉണ്ടാക്കുന്ന ജയിക്ക്? നാണമില്ല ഇതൊക്കെ പറയാനായിട്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ മോയിൻ സ്കൂളിന്റെ ഫണ്ട് അനുവദിക്കാനല്ല MLAക്ക് പറ്റൂ. ഇന്ന് രാവിലെ കൃത്യമായിട്ട് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ മുൻ MLA ഇപ്പോഴത്തെ നിങ്ങളുടെ കാഫിർ സ്ക്രീൻഷോട്ടിനെ അതിജീവിച്ചുകൊണ്ട് വടകരയിൽ നിന്ന് MP ആയിട്ട് ജയിച്ച ഇന്ത്യൻ പാർലമെന്റിൽ പോയ ഷാഫി പറമ്പിൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ കൈരളി ചാനൽ മാത്രം കാണുന്നതുകൊണ്ട് കുഴപ്പം, മറ്റ് ദൃശ്യമാധ്യമങ്ങളും കൂടി ഇടയ്ക്കൊന്ന് കാണണം. മോയിൻ സ്കൂളിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നടപ്പാക്കേണ്ടത് ആരാ? ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരല്ലേ? മോയിൻ സ്കൂളുമായി ബന്ധപ്പെട്ട് രണ്ട് പിണറായി സർക്കാരിന്റെ, ഒന്നാം പിണറായി സർക്കാരിന്റെ, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഷാഫി പറമ്പലിന്റെ നിലപാടിനൊപ്പമായിരുന്നു. എന്നിട്ടും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ സംഘടനാ നേതാക്കന്മാർ, ഉദ്യോഗസ്ഥ പ്രവർത്തകർ നിങ്ങൾ അത് നടപ്പാക്കാൻ സമ്മതിക്കുന്നില്ല. അതുപോലെ തന്നെ പാലക്കാട് ടൗൺ ഹാള്, അതുപോലെ മുനിസിപ്പൽ സ്റ്റേഡിയം, ഇതൊക്കെ പണിയാനായിട്ട് ഷാഫി പറമ്പലിന് ഫണ്ട് അനുവദിക്കാനും നയ തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ. ഷാഫി പറമ്പലിന് കുമ്മായവും സിമന്റും കൂട്ടി അല്ലെങ്കിൽ കമ്പിയും സിമന്റുമായിട്ട് പോയി പണിയെടുത്താൻ പറ്റുമോ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതൽ സകല സംവിധാനങ്ങളും നിങ്ങളുടെ കയ്യിലല്ലേ? നിങ്ങൾ എന്തേ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇത് അന്വേഷിക്കാൻ സമഗ്ര വികസനത്തിന് നേതൃത്വം കൊടുത്ത പിണറായി സർക്കാർ, ഞങ്ങളുടെ MLAമാർ നിങ്ങളുടെ നവകേരള സദസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വികസനം നടത്തുമെന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ട് നടന്ന ആ 1,05,00,000 വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയിൽ നടന്ന് തള്ളിയില്ലേ? നിങ്ങൾ ഷാഫി പറമ്പിൽ സഹകരിച്ചില്ലെങ്കിലും വികസനം നടത്തുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ അധ്യക്ഷരാക്കിക്കൊണ്ടല്ലേ പാലക്കാട് നവകേരള സദസ്സ് നടത്തിയത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ വികസനം നടക്കാതെ പോയത്? വിലക്കുറവിനെ കുറിച്ച് പറയുന്നു. കേരളത്തിൽ എല്ലായിടത്തും വിലക്കുറവാണ്. ഇന്ത്യയിലെ ശരാശരി നോക്കുമ്പോൾ ഗോപി ഒരു വാക്കുകൂടി പറയാൻ കിട്ടും. വിലക്കുറവെന്ന് പറയും. കേരളത്തിൽ എല്ലായിടത്തും വിലക്കുറവുള്ള ഒരേ ഒരു വസ്തുവുള്ളൂ, അതിന്റെ പേരാ പിണറായി സർക്കാർ. സാധാരണ മനുഷ്യർ ജയിക്കൊന്ന് പലചരക്കടയിൽ പോകണം, ജയിക്കൊന്ന് റേഷൻ കടയിൽ പോകണം, ജയിക്കൊന്ന് മെഡിക്കൽ ഷോപ്പിൽ പോകണം, പച്ചക്കറി കടയിൽ പോകണം. സാധാരണ മനുഷ്യർ പോകുന്ന ഇടങ്ങളിലൊക്കെ CPMന്റെ ഉന്നത നേതാക്കന്മാർ ഒരിക്കലൊന്നും പോകണം. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങൾ എത്ര പേർ പലചരക്കടയിൽ പോയിട്ടുണ്ട്? 1 കിലോ അരിക്ക് എത്രയാ വില? നിങ്ങൾ പറയുന്നു അഖിലേന്ത്യാ തലത്തിൽ വിലക്കുറവാണെന്ന്. അഖിലേന്ത്യാ തലത്തിലെ വെച്ച് നോക്കുമ്പോൾ വിലക്കുറവല്ല ഞങ്ങൾക്ക് വേണ്ടേ. 8 വർഷം മുമ്പ് കേരളത്തിലുണ്ടായ അവസ്ഥ എന്താ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നിങ്ങൾ ഇത്രയും രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടുമ്പോൾ, ഇത്രയധികം നികുതി ഭാരം ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടുമ്പോൾ, വൈദ്യുതി ചാർജും വെള്ളക്കരവും വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ദുരിതക്കയത്തിൽ തള്ളുമ്പോൾ ഞങ്ങൾക്ക് എന്ത് നന്മയാണ് നിങ്ങൾ ചെയ്തതെന്ന്